ഹലോ, ആദ്യം തന്നെ പറയട്ടെ, ഇത് 2 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ മുടി പൊട്ടി പോകാതൊക്കെ ഇരിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതിനായി വേണ്ടത് ഒരു കറ്റാർവാഴയാണ്. അപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ജെൽ എടുക്കാൻ പാടില്ല, കറ്റാർവാഴ തന്നെ വേണം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കറ്റാർവാഴ കുറച്ച് നേരം കുത്തി വെച്ചിട്ട് അതിൻ്റെ മഞ്ഞ ലിക്വിഡൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയെടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ കുത്തി വെക്കുന്നതൊന്നും കാണിക്കില്ല, ആ മഞ്ഞ ലിക്വിഡൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ വന്നിട്ട് 1 സ്പൂൺ ചോറാണ് വേണ്ടത്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായി തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം ചൂടൊക്കെ മാറിയതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മിക്സിയിൽ അടിക്കുന്നത് ഒന്നും കാണിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അയക്കണമൊന്നുമില്ല, ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കറ്റാർവാഴ ചേർത്തത് എന്താണെന്ന് വെച്ചാൽ മുടിക്ക് ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ കറ്റാർവാഴ ചേർത്തത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഷാമ്പു ഒഴിച്ചു കൊടുക്കുക. അതിപ്പോൾ ഏത് ഷാമ്പു ആയാലും കുഴപ്പമില്ല, അത് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ചോറ് ഉപയോഗിച്ചത് മുടി ഒരു സ്ട്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോറും കൂടി ഉപയോഗിച്ചാൽ. മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പണ്ടൊക്കെ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഒരുപാട് മുടി പൊട്ടിപ്പോയിരുന്നു, പിന്നെ ഷാമ്പു ഉപയോഗിക്കുന്നത് നിർത്തിയതാണ്. പിന്നെ ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കിയപ്പോൾ മുടിയൊന്നും ഒട്ടും തന്നെ പൊട്ടിപ്പോകില്ല. അപ്പോൾ മുടിക്ക് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സ്ട്രൈറ്റൻ കിട്ടാൻ ഇതൊരു മതി കേട്ടോ. അപ്പോൾ സ്കാൾപ്പ് തൊട്ട് മുടിയുടെ അറ്റം വരെ തേച്ച് പിടിപ്പിക്കുക. 5 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യുക. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഹെയറിന് കിട്ടുന്നത്. കാൽപ്പ് തൊട്ട് മുടിയുടെ അറ്റം വരെ തേച്ച് പിടിപ്പിച്ച് 5 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യുക. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെടാൻ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.